ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം 2021 ഓഗസ്റ്റിൽ XUV700 എന്ന് പറയുന്ന പുതിയ വാഹനം മഹീന്ദ്ര ഇറക്കിയ സമയത്ത് വളരെ വലിയൊരു ടോക്കിംഗ് പോയിന്റ് ആയിരുന്ന വാഹനമായിരുന്നു അത്. കാരണം അന്നത്തെ കാലത്ത് നമുക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം മെയിനായിട്ട് അതാണ്. അതായത് തന്നെ ഓടുന്ന വണ്ടി നമ്മൾ കൈവിട്ട് നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം എന്നുള്ള രീതിയിലൊക്കെ അഡ്വർടൈസ് ചെയ്ത് അങ്ങനെ അവർ പറഞ്ഞില്ല, പക്ഷേ കുറേ ഇൻസ്റ്റാഗ്രാം റീൽസ് സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാമായിരുന്നു. ആൾക്കാർ വണ്ടിയെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് സ്റ്റിയറിംഗ് എല്ലാവരും അടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തൊക്കെ വണ്ടിയെ കൊണ്ട് തന്നെ സ്റ്റെയർ ഓടിക്കുന്നത്. സോ അതൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വാഹനമായിരുന്നു XUV700. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് 2021 ഇറങ്ങിയ വണ്ടി എന്ന് പറയുമ്പം ഇപ്പോൾ 2025 3.5 വർഷം ഈ വാഹനത്തിൻ്റെ ലോഞ്ചിന് ശേഷം പിന്നിട്ടു എന്ന് പറയാം. ഏകദേശം 4 വർഷമാകും, ഒരു 3-4 മാസം കൊണ്ട് 4 വർഷമാകും. സോ ഇത്രയും കാലമായിട്ടും ഈ വാഹനത്തിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് കൊടുക്കാനായില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് ശരിക്കും ഇതിൻ്റെ മഹീന്ദ്രയുടെ B6 XUV9 ഒക്കെ അവർ പ്രൈസ് പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം ലാസ്റ്റായിട്ടാണ് അവർ വാഹനങ്ങൾ രണ്ടും അൺവെയിൽ ചെയ്തത്. ഈ രണ്ട് വാഹനങ്ങളും നമ്മളിപ്പോൾ മഹീന്ദ്രയുടെ പഴയ വാഹനങ്ങൾ ഇപ്പോൾ XUV700 ആയിക്കോട്ടെ, സ്കോർപിയോൻ ആയിക്കോട്ടെ, താർ ആയിക്കോട്ടെ, താർ റോക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള വാഹനങ്ങളാണെന്ന് പറയും. അത് പിന്നെ ഇലക്ട്രിക് ആണ് എന്നുള്ളത് നമുക്കൊരു രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ മഹീന്ദ്ര തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രൈസ് പോയിന്റ് കൊടുക്കുമ്പോൾ ഇവരുടെ ഒരു അബവ് 4 മീറ്റർ മിഡ് സൈസ് SUV ആയിട്ടുള്ള XUV700 പോലുള്ളൊരു വാഹനം അപ്ഡേറ്റ് ചെയ്യാൻ ഇനിയും സമയമായില്ലേ എന്നുള്ളതാണല്ലോ സംശയം. കുറച്ച് കാലം മുന്നേ വരെ അങ്ങനെ റൂമേഴ്സും വരുന്നുണ്ടായിരുന്നു ഈ വർഷം 2025 XUV700 ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടും എന്നുള്ളത്. പക്ഷെ എന്തായാലും ഇപ്പോൾ മഹീന്ദ്ര തള്ളിക്കളഞ്ഞിട്ടുണ്ട്. 2025 ഈ വാഹനത്തിന് പ്രത്യേകിച്ച് ഫേസ് ലിഫ്റ്റുകളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഇതിന് കഴിഞ്ഞ മാസം ഒരു ഇബോണി എഡിഷൻ എന്ന് പറഞ്ഞ സാധനം വന്നായിരുന്നു. അത് ബേസിക്കലി മഹീന്ദ്ര ഇതിൻ്റെ ഒരു ഡാർക്ക് എഡിഷൻ പോലത്തെ ഒരു മോഡൽ ഇറക്കിയതാണ്. അത് അങ്ങനെ വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ വണ്ടി മൊത്തം ഡാർക്ക് ആ ഒരു തീമിലാണ് അവർ ഇറക്കിയത്. ഈ വർഷം എന്തായാലും ഈ വാഹനത്തിന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പുതിയ അപ്ഡേറ്റ്സും കിട്ടാൻ സാധ്യതയില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ എഡിഷൻ വന്നു, ഇതായിരിക്കും ഈ വർഷത്തെ ഈ വാഹനത്തിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ്. കഴിഞ്ഞ വർഷം ഇതിനൊരു ബ്ലേസ് എഡിഷൻ എന്ന് പറഞ്ഞ ഓറഞ്ച് കളറൊക്കെ വെച്ചിട്ടുള്ളൊരു എഡിഷൻ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ സ്പെഷ്യൽ എഡിഷൻസ് ഒക്കെ വെച്ചാണ് മഹീന്ദ്ര ഇപ്പോൾ ഒരു വാഹനം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് ഇതിൻ്റെ സെയിൽ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും സെയിൽ കുറയുന്നില്ല. ഇപ്പോഴും ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാഹനം XUV700 തന്നെയാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു റെഫറൻസിന് 2025 ഫെബ്രുവരിയിൽ സെയിൽസ് കണക്കെടുക്കാനാണെങ്കിൽ 7300 മുകളിൽ സെയിൽസ് ഈ ഒരു വാഹനത്തിന് കിട്ടിയിട്ടുണ്ട്. അതും ഇത്രയും വിലയുള്ള ഒരു SUV ആണെന്നും കൊണ്ട് നിങ്ങൾ ആലോചിക്കണം. ബാക്കി ഇതിൻ്റെ കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ഹാരിയർ ആയാലും സഫാരി ആയാലും ഹെക്ടർ ആയാലും ഈ വാഹനങ്ങളുടെ ഒക്കെ സെയിൽ 1000-2000 ഇടയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ വാഹനം 7000 മുകളിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് തന്നെ 9000-10000 വരെയൊക്കെ സെയിൽ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ അത്ര ഒന്നുമില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും 7000 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രീതിയിലും ഒരു മോശം ഫിഗർ അല്ല. പിന്നെ കഴിഞ്ഞ മാസം മഹീന്ദ്ര XUV700 ടോപ്പ് എൻഡ് 2 വേരിയൻസിൻ്റെ പ്രൈസും കുറച്ചിട്ടുണ്ടായിരുന്നു. AX7ൻ്റെയും AX7Lൻ്റെയും പ്രൈസാണ് അവർ കുറച്ച്. AX7ൽ 45,000 രൂപയും AX7Lൽ ഏകദേശം 70,000 രൂപയുടെ അടുത്താണ് പ്രൈസ് ഡ്രോപ്പ് വന്ന്. അതവർ ആസ് സച്ച് പ്രൈസ് എടുത്ത് അങ്ങോട്ട് കുറയ്ക്കുകയായിരുന്നു, അല്ലാതെ ഓഫേഴ്സും ഡിസ്കൗണ്ടൊന്നും അല്ല. ഏതായാലും ഇതായിരുന്നു ബേസിക് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ XUV700 ഫേസ് ലിഫ്റ്റ് വരാൻ വെയിറ്റ് ചെയ്യുകയാണ്, അതിനുവേണ്ടി വണ്ടി വാങ്ങാതെ മടിച്ചിരിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിപ്പോൾ വാങ്ങാം. ഇനിയും ഫേസ് ലിഫ്റ്റ് വരാൻ 1.5 വർഷത്തോളം സമയമുണ്ട്. 2026 മിക്കവാറും ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് കുറേ സ്പൈ ഷോട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റെ. അത് ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റ് തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഫ്രണ്ട് ഡിസൈനൊക്കെ നമ്മുടെ സെയിം XUV9 പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു കണക്റ്റഡ് ഹെഡ്ലൈറ്റ്സും DRLസും പിന്നെ LED ഹെഡ്ലൈറ്റ്സ്, ആ ഒരു ഡിസൈൻ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷേ ഈവൻ ഇൻറ്റീരിയർ ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് 3 ലേഔട്ടുള്ള സ്ക്രീൻസിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു കോക്പിറ്റും സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ലേഔട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. XUV700 ഫേസ് ലിഫ്റ്റ് വരുമ്പം ഇത്തരത്തിൽ 3 സ്ക്രീനും സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വന്നേക്കാം. പക്ഷേ ഈ ഒരു ലേഔട്ടും അതുപോലെ ഈ ഒരു ഇൻ്റർഫേസും പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്ന പോലത്തെ UI ഒന്നും വന്നേക്കണം എന്നില്ല. അതാണ് സംഭവം. മിക്കവാറും ഈ ടെസ്റ്റിങ്ങിൽ കണ്ടിരിക്കുന്ന XUV9, അതായത് അതിൻ്റെ തന്നെ SUV വേർഷൻ, അതിൻ്റെ പേരെന്താ അവർ വിളിക്കാൻ പോകുന്നതെന്നറിയില്ല. ചിലപ്പം XUV80 എന്നായിരിക്കാം, അല്ലെങ്കിൽ XUV7E എന്നായിരിക്കാം. ഇപ്പം നമുക്ക് 9 എന്നുള്ള പേരിലാണ് XUV700 ബേസ്ഡ് ആയിട്ടുള്ള കൂപ്പെ ഇലക്ട്രിക് SUV വരുന്നത്. ഈ വണ്ടിയുടെ ആണെങ്കിൽ പോലും റിയർ ഡിസൈനിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകെപ്പാടെ ഫ്രണ്ടിൽ ആ ഒരു ലൈറ്റിംഗ് സെറ്റപ്പും ആ ഒരു ഫുൾ ഫിനിഷും മാറിയതിൻ്റെ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. സൈഡ് പ്രൊഫൈലും ആ വാഹനത്തിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. സോ അതാണ് സ്പൈ ഷോട്ട്സിൽ കണ്ടിരിക്കുന്ന 700. പക്ഷേ അത് ഈ വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചിലപ്പം അവരതിൻ്റെ ടെസ്റ്റിംഗ് ഇതുവരെ സ്റ്റാർട്ട് പോലും ചെയ്തിട്ടുണ്ടാവണം എന്നില്ല, മറ്റേത് ഇലക്ട്രിക് ആണെങ്കിൽ. ഏതായാലും 700 ഫേസ് ലിഫ്റ്റ് ഈ വർഷം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. 700 ഇലക്ട്രിക്, അതായത് നേരത്തെ പറഞ്ഞ നമ്മൾ ആ ഒരു സ്പൈ ഷോട്ടിൽ കണ്ട വാഹനം തീർച്ചയായും ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന വാഹനമാണ്. അത് നമ്മുടെ XUV9 താഴത്തായിരിക്കും മിക്കവാറും ചെറിയ രീതിയിൽ പ്ലേസ്മെൻറ്റ് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ എങ്ങനത്തെ വണ്ടിയാണ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൂപ്പ SUV വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അതല്ല ഒരു ഫുൾ സൈസ് SUV, അതായത് ഫുൾ സൈസ് മീൻസ് നമുക്ക് ആ ഒരു 7 സീറ്റർ ലേഔട്ടൊക്കെയുള്ള അത്തരത്തിലുള്ള 700 പോലെ ഇരിക്കുന്ന ബാക്കിൽ ഒരുപാട് ഹെഡ് റൂമൊന്നും കൺജസ്റ്റഡ് ആവാത്ത രീതിയിലുള്ളൊരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും അവർ ഈ വാഹനം ഇറക്കാൻ പോകുന്നത്. പിന്നെ ഈ XUV700 നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം
സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിലും അങ്ങനെ വലിയ ഔട്ട്ഡേറ്റഡ് വണ്ടി എന്നുള്ള രീതിയിലൊന്നും പറയാനില്ല. അവർ അന്ന് ഇറക്കിയപ്പോൾ തന്നെ അത്ര അഡ്വാൻസ്ഡ് ആക്കി ഇറക്കിയതുകൊണ്ട് ഇപ്പോഴത്തെ വാഹനങ്ങളിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പോയിന്റ് ഔട്ട് ചെയ്ത് ഇതില്ല അതില്ല എന്നങ്ങനെ ഒരുപാട് പറയാനൊന്നും പറ്റില്ല. കുറച്ചൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതവർ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. പൊതുവേ മഹീന്ദ്ര അങ്ങനെയാണല്ലോ. പക്ഷെ എന്നിട്ടും ഇപ്പോഴും മാർക്കറ്റിൽ ആ വാഹനത്തിനൊരു പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ശരിക്കും 700യേക്കാൾ കൂടുതൽ ഫേസ് ലിഫ്റ്റ് വേണ്ടത് സ്കോർപിയോ തന്നെയാണ്. അതിലിപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കുറച്ച് കുറവ് നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ആണെങ്കിലും അത്രയും ഫീച്ചേഴ്സ് ഒന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. ഈവൻ XUV 700 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും അതിന് അത്രയും ഫീച്ചേഴ്സും ആ വാഹനത്തിലില്ല. ഇനി ഫീച്ചേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ സെയിലിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന മിഡ് സൈസ് SUV അല്ലെങ്കിൽ ലാഡർ ഫ്രെയിം ഷാസിയുള്ള SUV സ്കോർപിയോ സീരീസിൽ വരുന്ന 2 വാഹനങ്ങളാണ്. അതിപ്പോൾ എന്നും ക്ലാസിക്കും കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ 12,000 to 16,000 അതിൻ്റെ സെയിൽ പോകുന്നത്. സോ അതിൻ്റെ സെയിലിൻ്റെ ലെവൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയായിരിക്കാം മഹീന്ദ്ര അങ്ങനെ പ്രത്യേകിച്ച് ഫേസ് ലിഫ്റ്റ് ഒന്നും ഇറക്കാത്തത്. പിന്നെ അത് 2022 ഇറങ്ങിയ വണ്ടിയും കൂടിയാണ്, 2.5 വർഷമായിട്ടുള്ളൂ. എന്തായാലും ഗൈസ്, ഇതാണ് നമുക്ക് XUV 700 പറ്റി ഇപ്പോൾ പറയാനുള്ളത്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ എല്ലാം വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.